ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാന സമ്മേളനങ്ങളും വേദികളുമാണ്. അപ്പോൾ ആദ്യമായി നമ്മൾ നോക്കുന്നത് G20 സമ്മേളനമാണ്. G20 സമ്മേളനം ഇന്ത്യയിൽ നടന്നതുകൊണ്ട് തന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് G20 സമ്മേളനത്തെ കുറിച്ച് ആദ്യം നോക്കാം. 2023 18ാമത് G20 സമ്മേളനത്തിന് വേദിയായ രാജ്യമാണ് ഇന്ത്യ. 2023 18ാമത് G20 സമ്മേളനത്തിന് വേദിയായ രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിൽ ന്യൂഡൽഹിയിലാണ് വേദിയായത്. 2023 18ാമത് G20 സമ്മേളനത്തിന് വേദിയായ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ ന്യൂഡൽഹിയിലാണ്. 2023 18ാമത് G20 സമ്മേളനത്തിന്റെ പ്രമേയമാണ് വസുധൈവ കുടുംബകം. പ്രമേയം എന്താണ്? വസുധൈവ കുടുംബകമാണ്. 2023 18ാമത് G20 സമ്മേളനത്തിന്റെ പ്രമേയമാണ് വസുധൈവ കുടുംബകം. ഇന്ത്യയുടെ അധ്യക്ഷ കാലാവധി 2022 ഡിസംബർ 1 മുതൽ 2023 നവംബർ 30 വരെ ആയിരുന്നു. ഇന്ത്യയുടെ അധ്യക്ഷ കാലാവധി എത്ര വെച്ചാൽ 2022 ഡിസംബർ 1 മുതൽ 2023 നവംബർ 30 വരെയാണ്. 2022 ഡിസംബർ 1 മുതൽ 2023 നവംബർ 30 വരെയാണ് ഇന്ത്യയുടെ അധ്യക്ഷ കാലാവധി. 2023 G20 സമ്മേളനത്തിന്റെ ഇന്ത്യൻ ഷെയർപ്പയായി നിയോഗിക്കപ്പെട്ടത് അമിതാഭ് കാന്തിനെയാണ്. 2023 G20 സമ്മേളനത്തിന്റെ ഇന്ത്യൻ ഷെയർപ്പയായി നിയോഗിക്കപ്പെട്ടത് അമിതാഭ് കാന്തിനെയാണ് ഇന്ത്യൻ ഷെയർപ്പയായി നിയോഗിക്കപ്പെട്ടത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നടരാജ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് പ്രകൃതി മൈതാനിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നടരാജ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് പ്രകൃതി മൈതാനിലാണ്. വിഗ്രഹത്തിന്റെ ഉയരം 27 അടി ഉയരമാണ്. G20 ഉച്ചകോടിയുടെ വേദിയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നടരാജ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് പ്രകൃതി മൈതാൻ. G20 ഉച്ചകോടിയുടെ വേദിയിലാണ്. 27 അടിയാണ് നടരാജ വിഗ്രഹത്തിന്റെ ഉയരം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നടരാജ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് പ്രകൃതി മൈതാനിലാണ്. അടുത്ത് G20 2023 കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യത്തെ ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് നടന്നത് തിരുവനന്തപുരത്താണ്. ഫസ്റ്റ് ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് നടന്നത് തിരുവനന്തപുരത്താണ്. രണ്ടാമത് ഷെർപ്പ മീറ്റിംഗ് നടന്നത് കുമരകത്താണ്. ആദ്യത്തെ ഉദയ്പൂരിലാണ്. ഫസ്റ്റ് ഉദയ്പൂരിൽ. രണ്ടാമത്തെ ഷെർപ്പ മീറ്റിംഗ് നടന്നത് കുമരകത്താണ്. ഫസ്റ്റ് ഉദയ്പൂരിലും രണ്ടാമത് ഷെർപ്പ മീറ്റിംഗ് നടന്നത് കുമരകത്താണ്. രണ്ടാമത് ഡെവലപ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് നടന്നത് കുമരകത്താണ്. ആദ്യത്തെ മുംബൈയിലാണ്. രണ്ടാമത് ഡെവലപ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് നടന്നത് കുമരകത്തും ആദ്യത്തെ മുംബൈയിലുമാണ്. തേർഡ് ഫ്രെയിം വർക്ക് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് നടന്നത് കൊച്ചിയിലാണ്. കൊച്ചി. ആദ്യത്തെ ബാംഗ്ലൂരിലും തേർഡ് ഫ്രെയിം വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് നടന്നത് കൊച്ചിയിലാണ്. രണ്ടാമത് എംപവർ സമ്മിറ്റ് അഥവാ ശാക്തീകരണ യോഗം നടന്നത് തിരുവനന്തപുരത്താണ്. ആദ്യത്തെ ഗാന്ധിനഗർ ഗുജറാത്തിലാണ് നടന്നത്. അപ്പോൾ ഫസ്റ്റ് ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് നടന്നത് തിരുവനന്തപുരത്താണ്. സെക്കൻഡ് ഷെർപ്പ മീറ്റിംഗ് നടന്നത് കുമരകം. ആദ്യത്തെ ഉദയ്പൂരിലാണ് നടന്നിരിക്കുന്നത്. സെക്കൻഡ് ഷെർപ്പ മീറ്റിംഗ് കുമരകത്ത്, ആദ്യത്തെ ഉദയ്പൂരിൽ. സെക്കൻഡ് ഡെവലപ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് നടന്നത് കുമരകത്താണ്. ആദ്യത്തെ മുംബൈയിലാണ്. സെക്കൻഡ് ഡെവലപ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് നടന്നത് കുമരകം. ആദ്യത്തെ മുംബൈയിലാണ് നടന്നത്. തേർഡ് ഫ്രെയിം വർക്ക് വർക്കിംഗ് ഗ്രൂപ്പ് നടന്നത് കൊച്ചിയിലാണ്. ആദ്യത്തെ ബാംഗ്ലൂരിലാണ് നടന്നത്. രണ്ടാമത് എംപവർ സമ്മിറ്റ് ശാക്തീകരണ യോഗം നടന്നത് തിരുവനന്തപുരത്താണ്. ഫസ്റ്റ് ഗാന്ധിനഗറിലാണ്. G20യുടെ ചരിത്രത്തിൽ 100ാമത്തെ മീറ്റിംഗിന് വേദിയായത് വാരണാസിയിലാണ്. G20യുടെ ചരിത്രത്തിൽ 100ാമത്തെ മീറ്റിംഗിന് വേദിയായത് എവിടെയാണ്? വാരണാസി. G20 സമ്മേളനത്തിന്റെ ഭാഗമായുള്ള വുമൺ 20 ആദ്യ യോഗം നടന്നത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ്. G20 സമ്മേളനത്തിന്റെ ഭാഗമായുള്ള വുമൺ 20 ആദ്യ യോഗം നടന്നത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ്. വുമൺ 20 മീറ്റിംഗ് നടന്ന എവിടെയാണ്? മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ്. വുമൺ 20 മീറ്റിംഗ് ആദ്യ യോഗം നടന്നത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ്. G20 വിദേശമന്ത്രിമാരുടെ യോഗം നടന്നത് ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹി.
G20 സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ഡിജിറ്റൽ ഇക്കണോമി വർക്കിംഗ് ഗ്രൂപ്പ് ആദ്യ യോഗം ചേർന്ന നഗരമാണ് ലക്നോ. G20 സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ഡിജിറ്റൽ ഇക്കോണമി വർക്കിംഗ് ഗ്രൂപ്പ് ആദ്യ യോഗം ചേർന്ന നഗരമാണ് ലക്നോ. G20 സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ഡിജിറ്റൽ ഇക്കോണമി വർക്കിംഗ് ഗ്രൂപ്പ് ആദ്യ യോഗം ചേർന്ന നഗരം ലക്നോ ആണ്. ലക്നോ. G20 സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ആദ്യ വ്യാപാര നിക്ഷേപ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഉദ്ഘാടനം നടന്ന സ്ഥലമാണ് മുംബൈ. G20 സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ആദ്യത്തെ വ്യാപാര നിക്ഷേപ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഉദ്ഘാടനം നടന്ന സ്ഥലമാണ് മുംബൈ. അപ്പോൾ G20യുടെ ചരിത്രത്തിൽ 100ാമത്തെ മീറ്റിംഗിന് വേദിയായത് വാരണാസിയിലാണ്. G20 സമ്മേളനത്തിന്റെ ഭാഗമായുള്ള വുമൻ 20 ആദ്യ യോഗം നടന്നത് ഔറംഗാബാദ്, മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ്. G20 വിദേശ മന്ത്രിമാരുടെ യോഗം നടന്നത് ന്യൂഡൽഹിയിലാണ്. വിദേശ മന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിലാണ്. G20 സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ഡിജിറ്റൽ എക്കോണമി വർക്കിംഗ് ഗ്രൂപ്പ് ആദ്യ യോഗം നടന്നത് ലക്നൌവിലാണ്. G20 സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ആദ്യ വ്യാപാര നിക്ഷേപ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തത് മുംബൈയിലാണ്. മുംബൈ. ഇനി പ്രധാനപ്പെട്ട സമ്മേളനങ്ങളും വേദികളും ഏതൊക്കെയാന്ന് നോക്കാം. G20 2022 നടന്ന് ഇന്തോനേഷ്യ. 17ാമത് G20 ആണ് 2022 ഇന്തോനേഷ്യ. 2023 ഇന്ത്യ 18ാമത്. 2024 ബ്രസീൽ 19ാമത്. 2022 23 24 ഇന്തോനേഷ്യ, ഇന്ത്യ, ബ്രസീൽ. G20 നടന്നത് 2022 23 24 ഇന്തോനേഷ്യ, ഇന്ത്യ, ബ്രസീലാണ്. 2022 23 24 ഇന്തോനേഷ്യ, ഇന്ത്യ, ബ്രസീൽ. ഇന്തോനേഷ്യ, ഇന്ത്യ, ബ്രസീൽ. അടുത്ത G7 ഉച്ചകോടി 2022 ജർമ്മനി, 2023 ജപ്പാൻ, 2024 ഇറ്റലി. 2022 ജർമ്മനി, 2023 ജപ്പാൻ, 2024 ഇറ്റലി. 2022 23 24 ജർമ്മനി, ജപ്പാൻ, ഇറ്റലി. G7 ഉച്ചകോടി നടന്നത് ജർമ്മനി, ജപ്പാൻ, ഇറ്റലി. 2022 23 24 ജർമ്മനി, ജപ്പാൻ, ഇറ്റലിയിലാണ് G7 ഉച്ചകോടി നടന്നത്. അടുത്ത ബ്രിക്സ് ഉച്ചകോടി. 2021 നടന്ന് ഇന്ത്യ, 2022 നടന്ന് ചൈന, 2023 സൗത്ത് ആഫ്രിക്ക, 2024 റഷ്യ. 2024 റഷ്യ. അതായത് ബ്രിക്സ് വേദി 2021 ഇന്ത്യ, 2022 ചൈന, 2023 സൗത്ത് ആഫ്രിക്ക, 2024 റഷ്യ. ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, റഷ്യ. 2021 22 23 24 ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, റഷ്യ. അടുത്ത നാറ്റോ 2022 വേദി മാഡ്രിഡ്, സ്പെയിനിലും, 2023 വിലീനിയസ്, ലിത്വാനിയയിലെ വിലീനിയസിലും, 2024 വാഷിംഗ്ടൺ DC, US വാഷിംഗ്ടൺ DCയിലുമാണ് 2024. 22 സ്പെയിനിലെ മാഡ്രിഡ്, 23 വിലീനിയസ്, ലിത്വാനിയയിലെ വിലീനിയസും, 2024 വാഷിംഗ്ടൺ DC, US വാഷിംഗ്ടൺ DCയിലുമാണ് നാറ്റോ സമ്മേളന വേദി. നാറ്റോ സമ്മേളന വേദി 2022 മാഡ്രിഡ്, 2023 വിലീനിയസ്, 2024 വാഷിംഗ്ടൺ DC. അടുത്ത ചോഗം സമ്മേളനം 2022 റുവാണ്ട, 2023 UK, 2024 സമോവ. 2022 റുവാണ്ട, 2023 UK, 2024 സമോവ. ചോഗം സമ്മേളന വേദി 2022 റുവാണ്ട, 2023 UK, 2024 സമോവ. റുവാണ്ട, UK, സമോവ. 2022 23 24 റുവാണ്ട, UK, സമോവയാണ് ചോഗം സമ്മേളന വേദികൾ. അടുത്ത UN കാലാവസ്ഥ ഉച്ചകോടി വേദി 2021 COP26 വേദി ഗ്ലാസ്കോ, സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിലാണ്. 2022 COP27 ഷാമൽ ഷെയ്ഖ്, ഈജിപ്തിലെ ഷാമൽ ഷെയ്ഖിലാണ്. 2022 COP27 ഈജിപ്തിലെ ഷാമൽ ഷെയ്ഖ്. 2023 COP28 ദുബായ്, UAE ദുബായിലാണ്. 2023 COP28. 2024 COP29 നടക്കുന്നത് അസർബൈജാനിലാണ്. 2024 COP29 അസർബൈജാനിലാണ്. 2021 COP26 ഗ്ലാസ്കോ, സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിലാണ്. 2022 COP27 ഈജിപ്തിലെ ഷാമൽ ഷെയ്ഖിലാണ്. 2023 COP28 ദുബായ്, UAE ദുബായിലാണ്. 2024 COP29 അസർബൈജാനിലാണ്. അടുത്ത് നാം ഉച്ചകോടി 2022 അസർബൈജാനിലും, 2023 24 ഉഗാണ്ട. 19ാമത് നാം ഉച്ചകോടി 2023 24 നടക്കുന്നത് ഉഗാണ്ടയിലാണ്. ഉഗാണ്ട. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.